അതിന്റെ കരട് രാജലക്ഷ്മി അമ്മയുടെ മനസ്സിലുണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൂടി മാറട്ടെ എന്ന് കരുതിയാ വിളിച്ചപ്പോ നേരിട്ട് വരാമെന്ന് കരുതിയത്. നമസ്കാരം. വീണ്ടും വിളിക്കാൻ എനിക്കൊരു മടിയുണ്ടായിരുന്നു. മാലതിയുടെ നിർബന്ധം കൊണ്ടാ വിളിച്ചത്. ഈ സമയത്ത് സാറിനല്ലാതെ മറ്റാർക്കും ജഗദീഷേട്ടൻ രക്ഷിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തി തരണം. ജഗദീഷിനെതിരെ കേസെടുത്തിരിക്കുന്നത് കേരള പോലീസല്ല, തമിഴ്നാട് പോലീസാ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇടപെടുന്നതിന് കുറച്ച് പരിമിതികളുണ്ട്. ഇവിടത്തെ കേസ് എന്തേലും ആണെങ്കിൽ എന്റെ ഒരു ഫോൺ കോൾ മതി. ഇത് പക്ഷേ അപ്പോ സാറിനൊന്നും ചെയ്യാനാവില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? അങ്ങനെയൊന്നും ചെയ്യാനാവില്ല എന്നല്ല. തമിഴ്നാട് പോലീസ് ആവശ്യപ്പെടുന്നത് പോലെ കേരള പോലീസ് ജഗദീഷിനെ അറസ്റ്റ് ചെയ്യും. അയ്യോ, പിന്നീട് ഹാൻഡ് ഓവർ ചെയ്യുന്നതാ രീതി. ആ അറസ്റ്റ് ഞാൻ തടയാം. എന്റെ പോലീസ് ഇവിടെ വരില്ല. അല്ല സർ, അപ്പോ തമിഴ്നാട് പോലീസ് വരില്ലേ? വരും. അവര് വന്ന് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കോ എന്റെ സ്വാധീനത്തിനോ പിന്നെ ഒന്നും ചെയ്യാനാവില്ല. അയ്യോ. അപ്പോ മറ്റൊരു വഴിയില്ലേ സർ? ഉണ്ട്. ജഗദീഷിനെ കുറച്ച് ദിവസത്തേക്ക് ഈ നാട്ടിൽ നിന്ന് മാറ്റി നിർത്തണം. ആരും അറിയാത്ത സുരക്ഷിതമായ സ്ഥലത്ത് ഞാൻ തന്നെ മുൻകൈയെടുത്ത് അയാളെ ഒളിപ്പിച്ചോളാം. ആ സമയം കൊണ്ട് നമുക്ക് കേസ് സെറ്റിൽ ചെയ്യാം. അത് എന്റെ ഉറപ്പ്. വലിയ ഉപകാരം സർ. കഴിഞ്ഞില്ല, ഒരു കാര്യം കൂടി പറയാനാ ഞാൻ വന്നത്. രാജലക്ഷ്മി അമ്മയോടും ഈ കുടുംബത്തോടും അത്രയ്ക്ക് അടുപ്പമുള്ള ആളെന്ന രീതിയിൽ ഒന്നുകൂടി ഞാൻ പറയുക. അത് മറ്റൊന്നുമല്ല, കാർത്തികിനെ തിരികെ സർവീസിൽ കയറ്റുന്ന കാര്യമാണ്. അത് നമ്മൾ ആര് വിചാരിച്ചാലും നടക്കാത്ത കാര്യമാണ്. പക്ഷേ ഒരാൾ വിചാരിച്ചാൽ നടക്കും. മൈഥിലി, കാർത്തിക്കിന്റെ ആദ്യ ഭാര്യ. അത് വേണ്ട മിനിസ്റ്ററെ. അവളുടെ ഒരു സഹായവും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. പരിഹാരത്തിന് ഒരു വഴിയേ ഉള്ളൂന്ന്. ഈ കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ രാജലക്ഷ്മി അമ്മ വെറുതെ വാശി പിടിച്ച് കാർത്തിക്കിന്റെ ജീവിതം നശിപ്പിക്കണോ? പറ്റില്ലെന്ന വാശിയിലാണെങ്കിൽ ഞാൻ ബാക്കി പറയുന്നതിൽ അർത്ഥമില്ല. സാറ് പറയണം. ഈ കാര്യം എങ്ങനെയെങ്കിലും മൈഥിലിയെ കൊണ്ട് സമ്മതിപ്പിക്കണം. നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ഞാനും കൂടി മൈഥിലിയോട് സംസാരിക്കാം. കുറച്ചു നാളത്തേക്ക് മീനാക്ഷിയെ മാറ്റി നിർത്തി ട്രിബ്യൂണൽ കേസ് പിൻവലിച്ചാൽ കാർത്തിക്കിന് പിന്നെയും സർവീസിൽ തുടരാം. ആ സമയം കൊണ്ട് മീനാക്ഷിക്ക് തിരികെ വരികയും ചെയ്യാം. അത് മാത്രമേ ഉള്ളൂ ഇനി കാർത്തികിന്റെ കാര്യത്തിൽ ആകെയുള്ള ഒരു വഴി. ഇനി തീരുമാനം നിങ്ങളുടെയാണ്. തീരുമാനം മറ്റൊന്നുമില്ല സാറേ. മൈഥിലിയെ കൊണ്ട് ഞാനും കൂടി ചേർന്ന് സമ്മതിപ്പിക്കാം. സാർ അമ്മയെ നോക്കണ്ടേ. എന്റെ മോന്റെ കാര്യമല്ലേ, അതിൽ തീരുമാനം ഞാൻ തന്നെ എടുക്കാം. ഇതിലിപ്പോ അമ്മ കൂടുതൽ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ മിനിസ്റ്റർ പറഞ്ഞതുപോലെ ചെയ്യുന്നതാ നല്ലത്. അയാൾക്ക് ഇഷ്ടപ്പെടാതെ നമ്മൾ എന്തെങ്കിലും ചെയ്താ എന്റെ ജഗദീശന്റെ കാര്യം അവതാളത്തിലാവും. അതാ എന്റെ പേടി. അതിന് ജഗദീഷിന്റെ കാര്യം പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മൈഥിലിയുടെ കാര്യമല്ലേ പറയുന്നത്. അവള് ചെയ്തു കൂട്ടിയതൊക്കെ ഇനി ഞാൻ പറഞ്ഞിട്ട് വേണോ നിനക്കറിയേ? അങ്ങനെയുള്ളവളുമായി ഈ കുടുംബത്തിന് ഒരു ബന്ധവും വേണ്ടെന്നേ ഞാൻ പറയുന്നുള്ളൂ. അതെന്തിനാന്നാ ഞാൻ ചോദിക്കുന്നേ? നേരത്തെ ചേച്ചി പറഞ്ഞത് അമ്മയും കേട്ടതാണല്ലോ. അവരുടെ മകന്റെ കാര്യം അവർ തീരുമാനിച്ചോളാന്ന് എന്ന് പറഞ്ഞാ വേറെ ആരും അമ്മ പോലും അഭിപ്രായം പറയണ്ടെന്ന്. അവളുടെ മകന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ പറ്റില്ലായിരിക്കും, പക്ഷേ ഈ കുടുംബത്തിന്റെ കാര്യത്തിൽ പറയാലോ.
അതിൽ നിന്ന് എന്നെ ആരും വിലക്കില്ലല്ലോ. അമ്മ എന്തിനാ ഇത്ര വാശി പിടിക്കുന്നേ? മീനാക്ഷിക്ക് വേണ്ടിയോ അതോ ഈ കുടുംബത്തിന് വേണ്ടിയോ? ഈ കുടുംബത്തിന് വേണ്ടി. എങ്കിൽ അമ്മ ആദ്യം ചെയ്യേണ്ടത് മൈഥിലിയെ അംഗീകരിക്കുക എന്നുള്ളതാ. കാർത്തിക്കിന്റെ ആദ്യ ഭാര്യ, യഥാർത്ഥ ഭാര്യ അങ്ങനെയൊന്നുമില്ല. അവൻ ഒരു ഭാര്യയുള്ളൂ, അത് മൈഥിലിയാ. മൈഥിലി ചെയ്തതൊക്കെ അമ്മ പറയുമ്പോഴും സൗകര്യപൂർവ്വം മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. മുൻപെന്തോ ആയിക്കോട്ടെ, ഇപ്പൊ കാർത്തികിനൊരു ആപത്തുണ്ടായപ്പോ മൈഥിലിയല്ലേ ഓടി വന്നേ. അമ്മ വെള്ള പൂശാൻ നോക്കുന്ന മീനാക്ഷി എന്താ ചെയ്തേ? ആ കൊച്ചിനെ എടുത്തോണ്ട് ഇന്ദ്രജയുടെ അടുത്തേക്ക് ഓടി. ആര് പ്രസവിച്ച കുഞ്ഞാമ്മ അത്? അതൊക്കെ എന്താ എല്ലാരും മറക്കുന്നേ? കൊച്ചിനോടുള്ള സ്നേഹം കൊണ്ടാണ് മീനാക്ഷി ഇപ്പോഴും അതിനെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് അമ്മ വിശ്വസിച്ചിരിക്കുന്നെങ്കില് അമ്മയെ തന്നെ അത് മാറ്റണം. അമ്മയെ അവൾക്ക് വേഗം പറ്റിക്കാൻ പറ്റുമായിരിക്കും. ഇവിടെ ബാക്കിയുള്ളവരെല്ലാരും അങ്ങനെയല്ല, അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. അവളുടെ ആവശ്യം സ്വത്താ, അതുകൊണ്ട് മീനാക്ഷിക്ക് സ്നേഹം. അതെല്ലാം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല് അവൾ ആ കുഞ്ഞിനെ കൊന്നു കളയുന്നു വരെ എനിക്ക് സംശയമുണ്ട്. അമ്മ ഞെട്ടണ്ട, ഞാൻ പറഞ്ഞതൊക്കെ തന്നെ നടക്കുള്ളൂ. ഇത്രയും നാളും കാർത്തികിന്റെ കൂടെ കഴിഞ്ഞ മീനാക്ഷിക്ക് അവനൊരു അപകടം പറ്റിയപ്പോ അവനെ ഉപേക്ഷിച്ച് പോവാൻ പറ്റിയെങ്കില് അവൾ ഇതും ചെയ്യും, ഇതിനപ്പുറം ചെയ്യും.